ഹലോ ഗായ്സ്, ഗോണിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമല്ല, ഇതിൻ്റെ റിവ്യൂ ആണ്. ഈ ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. പിന്നെ ഈ ഗെയിം തുടങ്ങിയിട്ട് കുറേ നാളായി. എൻ്റെ പേര് ഗോഡ് എന്നൊക്കെ ഇട്ടേക്കുന്നത് നേരത്തെ ഇട്ടതാണ്. പിന്നെ എൻ്റെ കുറേ നാളായി ഇതാണ്. എൻ്റെ പൈസ 21,101 രൂപയാണ്. ഈ ഗെയിമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ നിൽക്കുന്നതാണ്. ഇപ്പം കാണിച്ചു തരാം. നമുക്ക് കടയിൽ നിന്ന് തുറന്ന് കാണിച്ചു തരാവേ. നമുക്ക് തുറന്ന് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇവിടെ ഓപ്പൺ എന്ന് കാണിച്ചേക്കുന്നത് അകത്ത് നോക്കുമ്പോൾ. പക്ഷേ ഇത് നിൽക്കുമ്പോൾ ക്ലോസ് എന്ന് കാണിക്കും. ഇപ്പോൾ ഈ കട ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കട ഓപ്പണായി. ഇപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വരും. പിന്നെ കഴിച്ച് ഇവിടെ മൊത്തം ചെറിയ റൂമായിരുന്നു. ഇതൊന്നും അല്ലായിരുന്നു, ചെറിയ റൂമായിരുന്നു. പിന്നെ ഈ പുളിയെ കണ്ടേ. ഈ പുളി എന്ന് പറയുന്നത് ഈ സാധനം, അതായത് പാസ്ത ഇപ്പം നമ്മൾ കൊടുക്കണം. അതായത് ഈ സാധനം കണ്ടേ, ഇതാണ് PC. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ സൈഡിൽ കണ്ട ഒരു പാസ്ത വെള്ള കളറിൽ ആ സാധനം ക്ലിക്ക് ചെയ്തിട്ട് ബൈ ഞെക്കിയിട്ട് പിന്നെയും ബയ്യണം. നമ്മൾ ഓർഡർ ആവും. ഇപ്പോൾ നെക്സ്റ്റ് ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. എനിക്ക് മനസ്സിലായല്ലോ. ഞാൻ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. പിന്നെ നെക്സ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞ ഇതുണ്ട് കണ്ട. അവിടെ 4 മിനിറ്റ് 3 മിനിറ്റ് സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറഞ്ഞ് ഇപ്പോൾ പാക്കേജ് ഡെലിവേർഡ് എന്ന് കാണിക്കുന്നു. ഡെലിവേർഡ് എന്ന് കാണിക്കും. ഈ സാധനം കണ്ട. ആ ഒരെണ്ണം ഞാൻ ഫസ്റ്റ് കളിച്ചപ്പോൾ കിട്ടിയത് എനിക്ക്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കിട്ടിയപ്പോൾ ഈ 4 സാധനങ്ങളാണ്. ഈ ചോക്കോയും ഓയിലും പാസ്തയും ഇതുണ്ടല്ലോ, ഈ പൊടിയൊക്കെ, അതൊക്കെ കിട്ടിയത് ഫസ്റ്റ് ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ബാക്കി കുറേ കാര്യങ്ങൾ എടുത്ത് വെച്ച് നമ്മൾ ഇതെടുത്തണം. പാസ്ത ഇപ്പോൾ അയാൾക്ക് 5 എണ്ണം കൊടുക്കണം. 5 ഇൻറ്റു എന്ന് വെച്ചാൽ 5 എണ്ണം കൊടുക്കണം. ബാക്കി നമ്മളെടുത്ത് വെക്കണം. ഇപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന പാസ്ത അതിനകത്ത് എടുത്ത് 5 ആ ബോക്സിനകത്ത് 5 എണ്ണം വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കണ്ട ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി നമുക്ക് പൈസ തരും. ഗൈസ്, പിന്നെ വേറൊരു കാര്യം, ഇവിടെ കണ്ട, ഇവിടെ ജോലിക്കാരുണ്ട്. ഇവനെ ക്ലിക്ക് ചെയ്യണം. അപ്പുറത്തേക്ക് ക്ലിക്ക് ചെയ്ത് ആഡ് വരും. ആഡ് വന്നിട്ട് നമുക്ക് ജോലി ചെയ്യാം. അപ്പോൾ ഫണ്ട് കൊടുക്കണ്ട, പൈസ കൊടുക്കണ്ട. പിന്നെ ആ സൈഡിൽ കാണുന്നതൊക്കെ ഒരു മിഷ്യനാണ്. അതിൽ ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പെണ്ണിക്ക് ഇപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്ത ആൾക്കാർ ഇതായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നു. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറേ ഇതൊക്കെ ഉണ്ട്. ഫർണിച്ചേഴ്സ് ഉണ്ട്. ഫർണിച്ചേഴ്സ് ഫസ്റ്റ് കിട്ടുന്ന ഫർണിച്ചർ ഒരെണ്ണമുള്ളതാണ്. പിന്നെ ഫ്രിഡ്ജ്, പിന്നെ ഫ്രീസർ, റാക്ക്, പിന്നെ ഇതാണ് സ്ലോഗ് മെഷീൻ. ഞാൻ പറഞ്ഞുതരാം. സ്ലോഗ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 100 ഇട്ടിട്ട് 10 രൂപ ഇതിടണം. നമ്മൾ പൈസ ഇടണം. ഈ 10 രൂപ കളിക്കാമെന്നും പറയും. ഇതൊരു ലക്കി മെഷീനാണ്. അത് വെച്ച് ചിലപ്പോൾ അവർക്ക് അൺലക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ലക്കായിരിക്കും. അവർക്ക് ഹറി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. നമുക്ക് പൈസ കുറയും. പിന്നെ ഇതൊക്കെ ഉള്ളു. ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. PC, ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതൊക്കെ ഫസ്റ്റ് ടൈം കിട്ടുന്നതാണ്. പിന്നെ ചെക്കൗട്ട് ടേബിൾ നമുക്ക് വേണേൽ വാങ്ങാം, ഇല്ലേ വാങ്ങണ്ട. പിന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറേ ഇതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓർഡർ ചെയ്യേണ്ട കുറേ സാധനങ്ങളുണ്ട്. അത് ഓർഡറില്ല, നമുക്കിങ്ങനെ ഇത് വാങ്ങണം. ലൈസൻസ് പുതിയ ലെവലായി, 36 ലെവലായി. കണ്ട ഇങ്ങനെ ഇപ്പോൾ സൈഡിൽ ലൈസൻസ്, പുതിയ പ്രൊഡക്റ്റ് ലൈസൻസ് ഞാൻ കാണിക്കും. ഞാൻ ഇനിയും വാങ്ങാനുണ്ട്, ഇത്രയൊക്കെ വാങ്ങാനുണ്ട്. ഞാൻ വാങ്ങാതിട്ടേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ട്. സ്റ്റോറേജിൻ്റെ കാണിച്ചു തരാവേ. ഗ്രോത്ത് ഇപ്പോൾ ഇത്രയും ഗ്രോത്ത് ചെയ്ത് ഇനി ഇത് ഗ്രോത്ത് ചെയ്യാനുള്ള പൈസയൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യാതെ വെച്ചേക്കുന്നതാണ്. കൈ ഇരിക്കട്ടെന്ന് ഇങ്ങനെ വിചാരിച്ച്. പിന്നെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ഗെയിമിൽ. ജസ്റ്റ് കുറച്ചും കൂടെ ഇതായി കഴിഞ്ഞ് ഇമ്പ്രൂവ് ആയിട്ട് കളിക്കാമെന്ന് വിചാരിച്ച് 30,000 ഒക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ സ്റ്റോറേജ് വലിപ്പം ഞാൻ കൂട്ടാൻ നിന്നിട്ടില്ല. പിന്നെ ഈ സർവീസസ് ഗാർബേജ് കളക്ഷൻ, ആ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മേളിൽ കണ്ട ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ലെവലിൻ്റെ ഇടത് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് കണ്ട. ഇപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങണം. ഉറങ്ങുമ്പോൾ സ്കിപ്പ് മോർണിംഗ് ക്ലിക്ക് ചെയ്തിട്ട് ഉറങ്ങുക. ഇപ്പോൾ പച്ച വരെ ഫുള്ളല്ല, കാരണം ഈ തറയിലൊക്കെ വേസ്റ്റ് എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ സാധനം എടുക്കണം. ഈ ഫസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇത് കുറേ കഴിയുമ്പോഴേ വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് വാങ്ങിയിട്ട് ഇത് തുറക്കണം. ഇല്ലെങ്കിൽ കൈ കൊണ്ടെടുത്ത് വേസ്റ്റ് ബക്കറ്റുണ്ട്. പിന്നെ വേസ്റ്റ് ബക്കറ്റൊക്കെ പുറത്തായിരിക്കും കിടക്കുന്നത്. അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കടയുടെ അകത്ത് കൊണ്ട് വെക്കാം. കടയുടെ അകത്ത് നോക്കാം, അവിടെ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാം.
ഇത് പിന്നെ ഇതിനകത്തിന് ഡെക്കറേഷനൊക്കെ ഉണ്ട്, കാണിച്ചു തരാവേ. ഡെക്കറേഷനകത്ത് ഇത് കണ്ട വാളെന്ന് പറഞ്ഞാൽ ചുമരൊക്കെ കളറൊക്കെ കൊടുക്കുന്ന കാണിച്ചു തരും. ഇതിങ്ങനെ കുറേ ഡിസൈനൊക്കെ ഉണ്ട്, അവർ തന്നെ കാണിച്ചു തരും ഇതിലേതാണ് നല്ലതെന്നൊക്കെ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങാം. കുറേ എണ്ണം എന്തോ ഈ വീഡിയോ ആഡ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ പിന്നെ പെണ്ണിനെയാണ് ഇട്ടേക്കുന്നത്, കളർ മാത്രം വ്യത്യാസമുള്ളത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കടയുടെ പേര് എഴുതുന്ന ഒരു ബാനറുണ്ടല്ലോ, ആ ബാനറിൻ്റെ ഒരു കളറാണ്, റെഡ് കളറാണ് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ആ ബാനറിന് റെഡ് കളർ കണ്ട. ഇങ്ങനത്തെ പല കളറിലെ ബാനറുണ്ട്. ഞാൻ പിന്നെ എടുക്കാൻ എന്തുവാ ഷെൽഫൊക്കെ ഉണ്ട്. ഷെൽഫൊക്കെ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ റെഡ് കളറിന് ഇട്ടായിരുന്നു ഒരു ഫണ്ടിന് വേണ്ടി. പിന്നെ എന്താ ഈ കളക്ഷൻ ഉണ്ടല്ലോ, അത് ആ ഒരു ടേബിളിലും കളറിട്ടില്ല, കാരണം അതിൽ ഡിഫോൾട്ട് തന്നെ നല്ലത്, ഇതാണ് കുറച്ചുകൂടി നല്ലത്. അതൊരു വലിയ ഇതൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഇന്ന് തീരുന്ന എങ്ങനെ പൈസ കൊടുക്കണ്ടേന്ന് കാണിക്കാൻ പറ്റിയില്ല, പെണ്ണിനെ കൊണ്ടിരുത്തി. ഇനി പെണ്ണ് മാറാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിത് പറഞ്ഞുതരാം. ഇപ്പം കണ്ട ആ പെണ്ണ് ഇപ്പോൾ ഒരു സാധനം മേടിച്ചിരിക്കുമെന്ന് കൂടെ കാണിച്ചു തരാം. വേറെ ആരെങ്കിലും പറയട്ടെ. ആൾക്കാരെ വാ. ഈ ഗെയിം നല്ലൊരു ഗെയിമാണ്, കളിച്ചങ്ങ് ഇരിക്കാൻ തോന്നും. പിന്നെ ഇതൊക്കെ കുറേ കളിച്ചത് കൊണ്ട് ഒരുമാതിരി മടുപ്പൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഇത്രയും കളിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ട ഒരു ക്രെഡിറ്റ് കാർഡ് മേടിച്ചിട്ട് കണ്ട പൈസ അടച്ച്, പിന്നെ അതുണ്ട ഓരോ ക്ലിക്ക് ചെയ്ത് പൈസ വാങ്ങി പൈസ കൊടുക്കണം. സൈഡിൽ ആ ടാബിൽ നോക്കിയാണ് എല്ലാം ചെയ്യുന്നത്. സൈഡിൽ കണ്ട ചേഞ്ച് എന്ന് പറഞ്ഞതിൽ ചേഞ്ച് കറക്റ്റായിട്ട് കൊടുക്കണം. കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലോസ് ആവും. പിന്നെ ഈ പുള്ളി കണ്ടായി ഇനിയും വരും. ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ഞാൻ കൊടുക്കത്തില്ല. കാരണം വെറുതെ അയാൾക്ക് വേണ്ടി മാത്രം വെറുതെ പൈസ കളയണ്ട. നമ്മുടെ ഇത്രയും പൈസ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ കളയുന്നത്? അതുകൊണ്ടാണ് ഞാനങ്ങനെ അധികം ആ പുള്ളിക്കൊന്നും കൊടുക്കാറില്ല. പിന്നെ നമ്മുടെ ഈ മിഷൻ കണ്ട, ഈ വെറും 10 രൂപ വെച്ച് തുടങ്ങിയതാണ്, മറ്റേത് 50 ഇപ്പുറത്ത് 10 ഇപ്പോൾ 756, അപ്പുറത്ത് 1619 ഇങ്ങനെയൊക്കെ കിടക്കുന്നു. ഇപ്പോൾ ഇതൊക്കെ എടുത്ത് എന്തോ മാറ്റേണ്ടിയിരിക്കുന്നു. പിന്നെയൊക്കെ ഭയങ്കര വൈബ് ഗെയിമാണ്. അതായത് ഇരുട്ടൊക്കെ ആവും രാത്രി നല്ല എന്തുവാ ഒരുമാതിരി സൂര്യൻ ഇരുട്ടൊക്കെ മൂടി മേഘമൊക്കെ ഒരുമാതിരി കറുത്തിരുണ്ടൊക്കെ ഇരിക്കുന്ന ഒരു മൂഡാണ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഗെയിം. നിങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക.